ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. ജവാബ്.കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം: ജനാസ നമസ്കാരത്തിൽ വൈകിയെത്തിയ ഒരാൾ എങ്ങനെയാണ് ആ നമസ്കാരത്തെ പിന്തുടരേണ്ടത്? സഹോദരങ്ങളെ, സ്വഹീഹുൽ ബുഖാരിയിലെ 635 നമ്പർ വചനം, നമസ്കാരം, ജമാഅത്ത് നമസ്കാരം, അത് മയ്യത്ത് നമസ്കാരം ആകട്ടെ, അതുപോലെ തന്നെ സാധാരണ ഫറള് നമസ്കാരമാകട്ടെ, ആ ജമാഅത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വൈകിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹദീസിൽ പറയാണ്, ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമ്മു. നിങ്ങൾ ഇമാമിൻ്റെ കൂടെ കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക, അങ്ങനെ ഇമാം സലാം വീടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി പൂർത്തീകരിക്കുക. ഇതാണ് സ്വഹീഹുൽ ബുഖാരിയിലെ 635 വചനത്തിൽ പറയുന്നത്. ഇതാണ് മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ പുലർത്തേണ്ടുന്ന തത്വം. നമ്മൾ 2 തക്ബീറുകൾ കഴിഞ്ഞ് 3-ാമത്തെ തക്ബീർ ആകുമ്പോഴാണ് മയ്യത്ത് നമസ്കാരം എത്തിയെന്ന് കരുതുക. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് നമസ്കാരം എന്നുള്ള ആ നീയത്തോടുകൂടെ, തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ള നീയത്തോടുകൂടെ തക്ബീർ കെട്ടി ഫാത്തിഹ ഓതുക. അങ്ങനെ അത് ഇമാമ അടുത്ത തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളും തക്ബീർ കെട്ടുക, എന്നിട്ട് നബിയുടെ മേലുള്ള സ്വലാത്ത് നിർവഹിക്കുക. അങ്ങനെ ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 തക്ബീറുകൾ കൂടെ കെട്ടുക, മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ നിർവഹിക്കുക. അങ്ങനെ പൂർണ്ണമായിട്ട് മയ്യത്ത് നമ്മൾ നഷ്ടപ്പെട്ടതുകൂടെ ഇമാം സലാം വീട്ടിയതിന് ശേഷം നഷ്ടപ്പെട്ട ഭാഗം പൂർത്തീകരിച്ച് സലാം വീട്ടുക. ഈ രൂപമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്, ചെയ്യേണ്ടത്. അല്ലാഹു അലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.